താനൂരിലെ താമർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ ആരോപണ വിധേയനായ ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെ നടപടിയെടുക്കാതെ ആഭ്യന്തര വകുപ്പ്. വി ബെന്നി ഇപ്പോഴും താനൂർ ഡിവൈഎസ്പിയായി തുടരുകയാണ്. എസ്ഐയും 3 പോലീസുകാരും 9 മാസമായും സസ്പെൻഷനിൽ തുടരുമ്പോഴും മൊഴി മാറ്റാൻ നിർബന്ധിച്ച വി ബെന്നിക്കെതിരെ നടപടിയില്ല. കസ്റ്റഡി കൊലപാതക സമയത്തുണ്ടായിരുന്ന മറ്റുദ്യോഗസ്ഥരെല്ലാം സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ബെന്നി മാത്രം തൽസ്ഥാനത്ത് തുടരുകയാണ്. പോലീസുകാരെ മൊഴി മാറ്റാൻ വി ബെന്നി നിർബന്ധിക്കുന്ന സംഭാഷണം റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. തെളിവ് നശിപ്പിക്കാനാണ് വി ബെന്നിയെ തൽസ്ഥാനത്ത് വച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. റിപ്പോർട്ടർ ഈ വാർത്തയുടെ ഫോളോ അപ്പിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തലവൻ ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം ബ്രേക്കിംഗ് അവേഴ്സിൽ. ടി വി പ്രസാദ്, വി ബെന്നിയുടെ മൊഴി ഷേപ്പ് ചെയ്യാനായി ആവശ്യപ്പെടുന്ന ശബ്ദമടക്കം പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോഴും വി ബെന്നിയെ മാത്രം തൊടാതെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. CBI 4 പേരെ അറസ്റ്റ് ചെയ്ത് അവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് വി ബെന്നി മാത്രം സുരക്ഷിതനായി മറുഭാഗത്ത് തുടരുന്നത്. ഈ സഹായം എവിടെ നിന്നാണ് വി ബെന്നി കിട്ടുന്നത് പ്രസാദ്? സുജയ പറഞ്ഞതുപോലെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം CBIയുടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായ ആരോപണ വിധേയനായ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളാണ് താനൂർ DYSP വി ബെന്നി. വി ബെന്നി അവിടെ DYSP ആയി ഇരിക്കുന്ന സമയത്ത് ഈ സംഭവം നടക്കുമ്പോൾ SP ആയി ഉണ്ടായ സുജിത് ദാസ് അവിടെ നിന്ന് മാറി. അവിടെ CI ആയി ഉണ്ടായിരുന്ന ജീവൻ ജോർജ് സ്ഥാനത്ത് നിന്ന് മാറി. അവിടെ SHA ആയി ഉണ്ടായിരുന്ന ഷെഹൻഷായും ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ പക്ഷേ ആ സ്ഥാനത്ത് തന്നെ തുടരുന്ന ആൾ ആണ് ഇപ്പോഴും DYSP വി ബെന്നി എന്നതാണ്. വി ബെന്നിയെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മൾ തന്നെ പുറത്തുവിട്ട തെളിവുകളുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്ത SI കൃഷ്ണലാലിനോട് സംസാരിക്കുന്ന വിവരം ക്രൈംബ്രാഞ്ചിന് പോയി നേരിട്ട് മൊഴി നൽകരുത്, അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെ കണ്ടതിന് ശേഷമേ കാണാൻ പാടുള്ളൂ, മാത്രമല്ല ഇന്നിപ്പോൾ CBI അറസ്റ്റ് ചെയ്ത താമർ ജഫ്രിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഡാൻസഫ് അംഗങ്ങളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് അവരോട് സംസാരിച്ച് മൊഴി ഷെയ്പ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുക്കാവൂ എന്ന് പറഞ്ഞ ആളാണ് വി ബെന്നി. ആ ശബ്ദ സംഭാഷണവും നമ്മൾ പുറത്തുവിട്ടതാണ്. സാധാരണഗതിയിൽ ഇത്രയേറെ ഗൗരവമുള്ള ഒരു കസ്റ്റഡി കൊല ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം ഒരു ആരോപണം പുറത്തു വന്നാൽ സാധാരണഗതിയിൽ നടപടിയെടുക്കേണ്ടതാണ്, ഇത്തരം ഒരു തെളിവുകൾ പുറത്തു വന്നാലെങ്കിലും. പക്ഷേ അതും ബെന്നിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. CBI സംഘവും ഒരുപക്ഷെ ഇതിനെ സംശയത്തോടു കൂടി നോക്കും. കാരണം അതിനുശേഷം അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും ഈ കേസിൽ ഏറെ നിർണായകമാണ്. പ്രത്യേകിച്ച് താമിർ ജഫ്രിയെ അവസാനം കൊണ്ടുവന്ന പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ, അവിടുത്തെ മറ്റ് രേഖകൾ, അവിടുത്തെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും ഈ കേസിൽ നിർണായകമായിരിക്കെയാണ് അതിൻ്റെ എല്ലാം മുകളിലുള്ള ഒരു പദവിയിൽ ഇപ്പോഴും വി ബെന്നി തുടരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായി സർക്കാർ ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവമായി വി ബെന്നിയെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്നതാണോ എന്ന സംശയമാണ്, ആരോപണമാണ് പ്രധാനമായും ബാക്കിയുള്ളവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് താമിർ ജഫ്രിയുടെ കുടുംബത്തിനും അങ്ങനെയൊരു സംശയമുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിലേക്ക് വന്നാൽ 9 മാസം മുമ്പാണ്, അതായത് ഓഗസ്റ്റ് 1 മരിച്ച ദിവസമാണ് അന്ന് താനൂർ SI ആയിരുന്ന കൃഷ്ണലാലിനെ സസ്പെൻഡ് ചെയ്തത്. കാരണം പറഞ്ഞത് പ്രൊസീജിയറൽ ലാപ്സ്. അതിനേക്കാളും വലിയ പ്രൊസീജിയറൽ ലാപ്സ് എന്ന് വി ബെന്നി ചെയ്തിരുന്നു. കാരണം മരിച്ചു കഴിഞ്ഞതിന് ശേഷം താമിർ ജഫ്രിയുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്ത ആളാണ് വി ബെന്നിയുടെ റൈറ്ററെ കൊണ്ട്, അതായത് സലേഷിനെ കൊണ്ട് ആ FIR എഴുതിയിട്ട് അങ്ങനെ കൃഷ്ണലാലിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രൊസീജിയർ ലാപ്സ് തലയിൽ കെട്ടിവെച്ച് SI കൃഷ്ണലാലിനെയും CPOമാരായ മനോജ്, ആശിഷ് സ്റ്റീഫൻ, അതുപോലെ ശ്രീകുമാർ, ഈ 3 പോലീസ് ഉദ്യോഗസ്ഥരെയും അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. സസ്പെൻഡ് ചെയ്ത് മാസം 9 കഴിഞ്ഞു, ഇപ്പോഴും അവിടെ തിരിച്ചെടുത്തിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇതിലെല്ലാം, അതായത് താനൂർ DYSP ആയിരുന്ന ബെന്നിയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനിൽ വരുന്ന 4 ഡാൻസാഫുകാർ മർദ്ദിച്ച് താമർ ജഫ്രിയെ കൊലപ്പെടുത്തിയിട്ടും ഈ പിടിക്കുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന, ഏറ്റവും അവസാനം മൊഴി മാറ്റാൻ ഉൾപ്പെടെ നിർബന്ധിക്കുന്ന ഓഡിയോ പോലും പുറത്തു വന്ന ഈ DYSP ബെന്നി ഇപ്പോഴും അതേ പൊസിഷനിൽ താനൂർ DYSP ആയി തന്നെ തുടരുന്നു. CBIയുടെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മറച്ചുവെക്കാൻ ബെന്നിയുടെ സ്വാധീനത്തിലൂടെ കഴിയും എന്നതാണ് ഈ സമയത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. സുജയ, ഇക്കാര്യത്തിൽ CBIയുടെ ഒരു അന്വേഷണ പരിധിയിൽ കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തലടക്കം വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചനകൾ ഇപ്പോൾ കിട്ടുന്നുണ്ടോ പ്രസാദ്? അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, അതവർ വെളിപ്പെടുത്തുന്നുമില്ല. CBI ഉദ്യോഗസ്ഥരോട്
സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യാവസാനം എന്തൊക്കെ സംഭവിച്ചു എന്ന കാര്യം വളരെ വ്യക്തമായി പരിശോധിക്കും എന്നുള്ളതാണ് CBI ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. അതായത് എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് താമിർ ജഫ്രിയെ പിടികൂടിയത്, ഈ 12 പേരെ പിടികൂടിയതിന് ശേഷം എന്തുകൊണ്ടാണ് താമിർ ജഫ്രിയെ മാത്രം ഇവർ മർദ്ദിച്ചത്, ഇനിയിപ്പോൾ MDMA ഉപയോഗിച്ച് ലഹരിയിലായ താമിർ ജഫ്രി ഏതെങ്കിലും രീതിയിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് താനൂരിലെ ആളില്ലാത്ത പോലീസ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി ആയുധങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുന്നു എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. താമിർ ജഫ്രിയെ മാത്രം മർദ്ദിക്കുന്നു, ബാക്കി എല്ലാ പ്രതികളെയും ആ കേസിൽ നിന്ന് പിന്നീട് വെറുതെ വിടുന്ന ഒരു ചിത്രമുണ്ട്. 7 പേരെ വെറുതെ വിടുകയാണ് താമിർ ജഫ്രിയുടെ കൂടെയുള്ള മറ്റ് ആളുകളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ. ഈ സാഹചര്യങ്ങൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥർക്കും ഇതിലുള്ള പങ്ക് വിശദമായി പരിശോധിക്കുമെന്ന് CBI പറയുകയാണ്. ഇങ്ങനെ CBI പറയുമ്പോഴാണ് തുടക്കം മുതൽ ഈ കേസിലുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന DYSP ബെന്നി ഇപ്പോഴും ആ പദവിയിൽ അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. ഓക്കെ, നമ്മുടെ അന്വേഷണം തുടരുക. റിപ്പോർട്ടർ SIT ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. താനൂരിലെ താമിർ ജഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ മൊഴി മാറ്റാൻ പറയുന്ന താനൂർ DYSP VV ബെന്നിയുടെ സംഭാഷണം തെളിവായി മുന്നിലുള്ളപ്പോൾ, SI കൃഷ്ണലാൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് മുന്നിലുള്ളപ്പോഴും, 4 പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷനിൽ കഴിഞ്ഞ 9 മാസമായി തുടരുമ്പോഴും താനൂരിൽ തന്നെ തുടരുകയാണ് DYSP ആയി VV ബെന്നി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBIയുടെ അന്വേഷണം VV ബെന്നിയുടെ വഴിയിലേക്ക് വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.